നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പുതിയ വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആദ്യമായാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്തിടാനും മറക്കല്ലേ. അങ്ങനെ ചെയ്താൽ മാത്രമാണ് ദിവസവും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോരോ പുതിയ വീടിൻ്റെയും പ്ലോട്ടുകളുടെയും വിശേഷങ്ങൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. ഇനി നമുക്ക് വേണ്ടി കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. ഈ ഒരു ലൊക്കേഷൻ വരുന്നത് എറണാകുളം ജില്ലയിലാണ്. കാക്കനാടുള്ള ഇൻഫോ പാർക്കിൽ നിന്ന് 9 കിലോമീറ്റർ മാത്രം ദൂരത്തായും, ആലുവയിൽ നിന്ന് 6-6.5 കിലോമീറ്റർ മാത്രം ദൂരത്തായും, ആലുവ രാജഗിരി ഹോസ്പിറ്റലിൽ നിന്ന് 3 കിലോമീറ്റർ മാത്രം ദൂരത്തായും സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഈ വീട് വരുന്നത് 4 സെൻറ്റ് ഒറിജിനൽ ലാൻഡിലാണ്. 4 സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ 1500ഓളം സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമായാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഏതൊരു വലിയ വാഹനവും ഈസിയായി കടന്നു വരാവുന്ന വീതി കൂടിയ റോഡ് ഫ്രണ്ടേജായി തന്നെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ചുറ്റും കോമ്പൗണ്ട് വാളും സ്ലൈഡിങ്ങും ഫോൾഡിങ്ങും ചെയ്യാവുന്ന വിധത്തിലുള്ള മെയിൻ ഗേറ്റാണ് വീടിന് നൽകിയിരിക്കുന്നത്. വീടിൻ്റെ മുൻവശത്തും സൈഡ് വശങ്ങളിലുമായി കടുപ്പാക്കല്ലുകൾ വിരിച്ച് ഭംഗിയാക്കിയിരിക്കുന്നു. 2 കാറുകൾ ഒരേ സമയത്ത് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം നൽകിയിട്ടുണ്ട്. അത്യാവശ്യം സെറ്റ് ബാക്ക് നൽകി തന്നെയാണ് വീടിൻ്റെ സൈഡ് വശങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. നമുക്ക് വീടിൻ്റെ ബാക്ക് വശത്തേക്ക് പോകാം. കിണറിൻ്റെ ഒരു ഏരിയ വരുന്നത് ഈ ഒരു ഭാഗത്താണ്. വടക്ക് കിഴക്ക് മൂലയിലാണ് കിണർ. വലിയൊരു കിണറാണ് ചെയ്തിരിക്കുന്നത്. ഒരിക്കലും വറ്റാത്ത ഒരു കിണറാണ്. മാത്രമല്ല ബാക്ക് സൈഡിൽ വലിയൊരു വർക്ക് ഏരിയ നിർമ്മിക്കാനുള്ള സ്പേസ് വരുന്നുണ്ട്. ഷീറ്റ് വർക്കെല്ലാം ഓൾറെഡി ഡ്രസ് വർക്കെല്ലാം ചെയ്തിട്ടിരിക്കുന്നതാണ്. മനോഹരമായ റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഇതൊരു ഫ്ലഡ് എഫക്റ്റഡ് ഏരിയയിലല്ല ഈ വീട് സ്ഥിതി ചെയ്യുന്നതെന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. ബസ് റൂട്ടിൽ നിന്നും വെറും 500 മീറ്റർ മാത്രം ദൂരത്തായാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ ഉൾവശത്തേക്കൊന്ന് പോകാം. മനോഹരമായ ഗ്ലാഡിംഗ് സ്റ്റോണെല്ലാം പതിപ്പിച്ച് നല്ല ഭംഗിയിലാണ് വീടിൻ്റെ മുൻവശം നിർമ്മിച്ചിരിക്കുന്നത്. ചെറിയൊരു സീറ്റ് ഔട്ടാണ് വീടിന് നൽകിയിരിക്കുന്നത്. സീറ്റ് ഔട്ടിൻ്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റും നൽകിയിട്ടുണ്ട്. തീർത്തും വാസ്തുശാസ്ത്രപരമായി തന്നെയാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. വീടിൻ്റെ ദർശനം വരുന്നത് പടിഞ്ഞാറ് ദിക്കിലേക്കാണ്. ചെറുതേക്കിലാണ് വീടിൻ്റെ മരങ്ങളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. വീടിൻ്റെ മുൻവശത്ത് ഡോർ ഓപ്പൺ ചെയ്തകത്ത് കിടക്കുന്ന ഗസ്റ്റ് ലിവിംഗ് സ്പേസിലേക്കാണ്. വീട്ടുടമ സ്വന്തം താമസത്തിന് വേണ്ടി നിർമ്മിച്ച വീടാണ്. 4 വർഷം പഴക്കമുണ്ട്. പക്ഷേ ഇതുവരെ ഇതിൽ താമസിച്ചിട്ടില്ല. മുൻവശത്തെ ഡോർ ഓപ്പൺ ചെയ്തകത്ത് കിടക്കുന്ന ഗസ്റ്റ് ലിവിംഗ് സ്പേസിലേക്കാണ്. അത്യാവശ്യം സ്പേഷ്യസായ ലിവിംഗ് സ്പേസാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ലിവിംഗ് സ്പേസിൽ നിന്ന് തന്നെയാണ് നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർകേസ് നൽകിയിരിക്കുന്നത്. നമുക്കിനി ഇവിടുത്തെ ഡൈനിങ് സ്പേസ് ഒന്ന് പരിചയപ്പെടാം. നല്ലൊരു സ്പേഷ്യസായ ഡൈനിങ് സ്പേസാണ് നമുക്ക് ലഭിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്നു. വലിയൊരു ഡൈനിങ് ടേബിൾ യൂസ് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. ധാരാളം വെന്റിലേഷൻ സൗകര്യം ഉറപ്പുവരുത്തിയിട്ടുണ്ട്. മനോഹരമായ ടൈൽസുകൾ നൽകി ഭംഗിയാക്കിയതാണ് ഫ്ലോറ്. ഒരു 8-10 പേർ കപ്പാസിറ്റിയുള്ള ഡൈനിങ് ടേബിൾ യൂസ് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. ഒതുങ്ങിയ രീതിയിലാണ് ഇവിടുത്തെ വാഷ് കൗണ്ടർ നിർമ്മിച്ചിരിക്കുന്നത്. വാഷ് കൗണ്ടറിൻ്റെ വാളുകളിൽ ഗ്ലാഡിംഗ് സ്റ്റോണെല്ലാം പതിപ്പിച്ച് നല്ല ഭംഗിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഇവിടുത്തെ കിച്ചൺ ഒന്ന് പരിചയപ്പെടാം. മനോഹരമായ ഒരു നല്ല സ്പേഷ്യസായ കിച്ചണാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ധാരാളം കബോർഡ് വർക്കുകൾ ചെയ്ത് അലങ്കരിച്ച കിച്ചൺ മനോഹരമായ രീതിയിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫ്ലോറിങ്ങിനായി വെറ്റിഫൈഡ് ടൈൽസുകളാണ് നൽകിയിരിക്കുന്നത്. വലിയൊരു റെഫ്രിജറേറ്റ് യൂണിറ്റ് വയ്ക്കാനുള്ള സ്പേസ് എല്ലാം നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. കിച്ചണോട് ചേർന്ന് തന്നെ നമുക്കൊരു വർക്ക് ഏരിയക്കുള്ള സ്പേസ് വരുന്നുണ്ട്. ഓൾറെഡി ഡ്രസ് വർക്ക് എല്ലാം ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്നു. നല്ലൊരു സ്പേഷ്യസായ ബാക്ക് വശമാണ് വീടിന് ലഭിക്കുന്നത്. 3 ബെഡ്റൂമുകളാണ് ഈ വീടിന് വരുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമാണ് വരുന്നത്. നല്ലൊരു സ്പേഷ്യസായ ബെഡ്റൂമാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഏതാണ്ട് 13 അടി വീതിയും ഏതാണ്ട് 14 അടി നീളവും 13-12 അടി വീതിയുമായാണ് ഈ ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ധാരാളം വെന്റിലേഷൻ സൗകര്യം ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്നു. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി തന്നെയാണ് ഈ ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫൈബർ മെറ്റീരിയൽസിൻ്റെ ബാത്റൂം ഫ്ലോറാണ് നൽകിയിരിക്കുന്നത്. നല്ല ഗ്യാരണ്ടി ഉറപ്പ് നൽകുന്ന സാനിറ്ററി ഫിറ്റിംഗ്സുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. മനോഹരമായ രീതിയിൽ ഒരു ബ്ലാക്ക് ആൻഡ് ക്രീം കളർ കോമ്പിനേഷനിലാണ് വാൾ ടൈൽസുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോർ ഒന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർകേസ് ലിവിംഗ് സ്പേസ് എന്ന് തന്നെയാണ് നൽകിയിരിക്കുന്നത്. സ്റ്റെയർകേസിൻ്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റും ഹാൻഡ് റെയിലിനായി സ്റ്റെയിൻലെസ് സ്റ്റീലും
ടഫ് ആൻഡ് ഗ്ലാസുമാണ് നൽകിയിരിക്കുന്നത്. സ്റ്റെയർകേസ് കയറി നേരെ ചെന്നെത്തുന്ന അപ്പർ ലിവിങ് ഏരിയയിലേക്കാണ്. 2 ബെഡ്റൂമുകളാണ് നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്കിനി ഇവിടുത്തെ ബെഡ്റൂമുകളൊന്ന് പരിചയപ്പെടാം. നല്ലൊരു സ്പേഷ്യസ് ആയ ബെഡ്റൂമാണ് ഇവിടെ ലഭിക്കുന്നത്. ഏതാണ്ട് 14 അടി വീതിയും 15 അടി നീളവുമായാണ് ഈ ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെയും വെട്രിഫൈഡ് ടൈൽസുകളാണ് ഫ്ലോറിങ്ങിനായി നൽകിയിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി തന്നെയാണ് ഈ ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഫുൾ സീലിംഗ് വർക്കുകൾ ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നു. ബാത്റൂം സൈഡിലേക്ക് നല്ല സ്പേഷ്യസ് ആയ ബാത്റൂമാണ് ഇവിടെയും ലഭിക്കുന്നത്. മനോഹരമായ രീതിയിലാണ് ബാത്റൂമുകളെല്ലാം തന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഗ്യാരണ്ടി ഉറപ്പ് നൽകുന്ന സാനിറ്ററി ഫിറ്റിംഗ്സുകൾ നമുക്കിവിടെ അവൈലബിൾ ആണ്. നമുക്കിനി ഇവിടുത്തെ തേർഡ് ബെഡ്റൂം ഒന്ന് പരിചയപ്പെടാം. ഈ ബെഡ്റൂം മറ്റു ബെഡ്റൂമുകളെ അപേക്ഷിച്ച് ഒരു ചെറിയ ബെഡ്റൂമാണ്. പക്ഷേ അത്യാവശ്യം സ്പേസുള്ള നല്ലൊരു ബെഡ് ഇടാനുള്ള സ്പേസ് നമുക്ക് ഈ ബെഡ്റൂമിൽ ലഭിക്കുന്നുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമും നൽകിയിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു. മനോഹരമായ രീതിയിൽ ടെക്സ്ചർ വർക്കുകൾ വാളുകളിൽ ചെയ്തിരിക്കുന്നു. നല്ലൊരു സ്പേഷ്യസ് ആയ ബാത്റൂമാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. വെന്റിലേഷൻ സൗകര്യം നൽകിയിട്ടുണ്ട്. ഹോട്ട് വാട്ടർ ലഭിക്കാനുള്ള പ്രത്യേക സജ്ജീകരണങ്ങളും ഇവിടുത്തെ എല്ലാ ബാത്റൂമുകൾക്കും നൽകിയിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോറിൽ മനോഹരമായൊരു ബാൽക്കണി കൂടി അവൈലബിൾ ആണ്. ബാൽക്കണി കൂടാതെ നമുക്കൊരു യൂട്ടിലിറ്റി ഏരിയ കൂടി അവൈലബിൾ ആണ്. കാക്കനാടുള്ള പുക്കാട്ടുപടിയിൽ നിന്നും 1.5 കിലോമീറ്റർ മാത്രം ദൂരത്തായും ആലുവ രാജഗിരി ഹോസ്പിറ്റലിൽ നിന്നും 3 കിലോമീറ്റർ മാത്രം ദൂരത്തുമായും സ്ഥിതി ചെയ്യുന്ന മനോഹരമായൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഇതൊരു ഫ്ലഡ് അഫക്റ്റഡ് ഏരിയ അല്ല എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. നല്ല മനോഹരമായ വീടുകൾ ഈ വീടിന് ചുറ്റും അവൈലബിൾ ആണ്. നല്ല സ്ട്രോങ് ആയി തന്നെയാണ് വീടിൻ്റെ ഔട്ട് സൈഡിലേക്കുള്ള ഡോറുകളെല്ലാം. 2 ഡോറുകളാണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു വുഡിൻ്റെ കൊണ്ട് ഒരു ഇരുമ്പിൻ്റെ ഡോറും ഡിസൈൻ ചെയ്തിട്ടുണ്ട്. സെക്യൂർഡായി നല്ല കവേർഡായി തന്നെയാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ യൂട്ടിലിറ്റി ഏരിയയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്നാണ് ടെറസിലേക്കുള്ള സ്റ്റെയർകേസും നൽകിയിരിക്കുന്നത്. 4 സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ 1500ഓളം സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമായും 2 കാറുകൾ ഒരേ സമയത്ത് പാർക്ക് ചെയ്യാനുള്ള സ്പേസും നൽകിയ വാട്ടർ സോഴ്സിന് കിണർ വെള്ളവും KWA കണക്ഷനും വരുന്ന മനോഹരമായ ഈ വീടിന് ചോദിക്കുന്ന വില 48 ലക്ഷം രൂപയാണ്. വീട് വിസിറ്റ് ചെയ്യാനോ സ്വന്തമാക്കുവാനോ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഈ വീട് വാങ്ങാൻ നിങ്ങൾക്ക് ലോൺ ആവശ്യമുണ്ടെങ്കിൽ വിത്തിൻ 10 ഡേയ്സ് ഞങ്ങൾ ലോണും അറേഞ്ച് ചെയ്ത് നൽകുന്നതാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോയുമായി നാളെ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം.